ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലയളവ് സംസ്ഥാനത്ത് വികസനത്തിന്റെയും പുരോഗതിയുടെയുമായിരുന്നെങ്കിൽ പിണറായി വിജയന്റെ കാലഘട്ടം ജനദ്രോഹങ്ങളുടെയും കഴിവുകെട്ട ഭരണനിർവഹണ സംവിധാനത്തിന്റെയും കൂത്തരങ്ങാണ്. ഈ അഭിമുഖത്തിന് വരുന്ന ആളുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഞങ്ങളെ മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായം, അവർ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ, അവർ നമ്മുടെ മുമ്പ് പറയുന്നത് സാധാരണക്കാരന്റെ ഭാഷയിലും സാധാരണക്കാരന്റെ അനുഭവത്തിലും വെച്ചാണ്. എന്തുമാത്രം വ്യത്യാസമുണ്ടെന്നറിയോ? ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് നാവ് 10 പ്രതിപക്ഷ ഈ ഇന്നത്തെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുമ്പോൾ അവർക്കൊരു അപമാന ഭാരം കൊണ്ട് അവർ സംസാരിക്കുമ്പോൾ തന്നെ പ്രയാസപ്പെടുകയാണെന്ന് നമുക്ക് തന്നെ ബോധ്യം വരികയാണ്. അത് സമരാഗ്നിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ജനകീയ ചർച്ചയിൽ സദസ്സിൽ നെഞ്ചുപൊട്ടുന്ന നൊമ്പരങ്ങളുമായി നിരവധി പേരാണ് എത്തുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ ഭരണം താഴെത്തട്ടിലെ ജനങ്ങളെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് ജനകീയ ചർച്ച സദസ്സിലെത്തുന്ന പരാതികളുടെ പ്രളയം പരിശോധിച്ചാൽ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ഭരണം ഉണ്ടോ എന്നത് അത്ഭുതമാണ് എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. അവരുടെ മനസ്സിനകത്ത് ഇവിടെ ഒരു ഭരണമില്ല. സാധാരണക്കാരന്റെ മനസ്സിനകത്ത് ഇവിടെ ഒരു ഭരണമില്ല. സാധാരണ ജനത്തിന് ആശ്വാസം നൽകുന്ന ഒരു നടപടിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. പിണറായിയെ കഴുത്തിന് പിടിച്ച് പുറത്താക്കണമെന്ന് പരസ്യമായി പ്രസംഗിച്ച KS ഹംസയാണ് CPMന്റെ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി. വിചിത്രമായില്ലേ? പിണറായി വിജയന്റെ കുഞ്ചിന് പിടിക്കണമെന്ന് പറഞ്ഞ ആളെയാണ് മഞ്ചേരിയിലെ സ്ഥാനാർത്ഥിയാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുമ്പം അതിന്റെ മറ്റൊരു വശം നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തെ അന്താരാഷ്ട്ര കള്ളക്കടത്ത് കേന്ദ്രമാക്കി മാറ്റിയ പിണറായി വിജയനെ കഴുത്തിന് പിടിച്ച് പുറത്താക്കണമെന്നും കേരളത്തിലെ 3.25 കോടി ജനങ്ങളും ഇത് നാണക്കേടാണെന്നും ഹംസ നേരത്തെ നടത്തിയ പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമാണ്. അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ ലീഗിൽ നിന്ന് 2023 പുറത്താക്കപ്പെട്ടയാളാണ് ഇദ്ദേഹം. CPMന്റെ രാഷ്ട്രീയ പാപ്പരത്വമാണ് ഇത് കാണിക്കുന്നത്. ഹംസ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് എന്നതാണ് വസ്തുത. അതിൽ ഇപ്പോഴും ഹംസ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നതാണ് ഞങ്ങൾക്കറിയേണ്ടത് ഒരു കാര്യം. ഇത്തരമൊരു സ്ഥാനാർത്ഥിയെ ചുമക്കാൻ CPM തുടർന്നും തയ്യാറാണോ എന്ന് CPMും വ്യക്തമാക്കണം. ഹംസയെ പോലെ ഒരാളെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ ഇത്രയും അപമാനിച്ച ഒരാളെ സ്ഥാനാർത്ഥിയാക്കാൻ CPM തയ്യാറാണോ? ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ CPM എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. പൊന്നാനിയിലെ 4 CPM PDPയുമായി ചേർന്ന് നടത്തിയ രാഷ്ട്രീയ പരീക്ഷണം 8 നിലയിലെ പൊട്ടിയതിന്റെ തനി ആവർത്തനമാണ് 2024 ആവർത്തിക്കാൻ പോകുന്നത്. ലാവ്ലിൻ കേസ് അന്തിമ തീർപ്പിനായി മെയ് 1 സുപ്രീം കോടതിയും കിഫ്ബി മസാല ബോണ്ട് ഇടപാട് ഈ മാസം 27 28 EDയും പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് ലാവ്ലിൻ കേസിലെ സാക്ഷിയും കിഫ്ബി സിഇഒയുമായ മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിന് ക്യാബിനറ്റ് റാങ്ക് അനുവദിച്ചത്. സാധാരണഗതിയിൽ അത് ഇതുവരെ ഇല്ലാത്തൊരു സംഭവമാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ചീഫ് സെക്രട്ടറിക്ക് ഈ പദവി കൊടുക്കുന്നത്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അംഗത്തിന് ക്യാബിനറ്റ് പദവി നൽകുന്നത് നിർണായകമായ 2 കേസുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മനുഷ്യകവചം തീർക്കാനാണ്. സംസ്ഥാന ഖജനാവിൽ നിന്ന് ഭാരിച്ച പണം ചെലവഴിച്ചാണ് മുഖ്യമന്ത്രി സ്വന്തം തടി സംരക്ഷിക്കാൻ നോക്കുന്നത്. KM എബ്രഹാം ചീഫ് സെക്രട്ടറിയായി വിരമിച്ച ശേഷം കിഫ്ബി CEO ആയി നിയമിക്കപ്പെട്ടപ്പോൾ പെൻഷൻ തുക കുറച്ച ശേഷമാണ് പുതിയ തസ്തികയിലെ ശമ്പളം നൽകേണ്ടിയിരുന്നത്. എന്നാൽ ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ ലഭിച്ചിരുന്ന 2.25 ലക്ഷം രൂപയെക്കാളും 1/2 ലക്ഷം രൂപ കൂടി കൂട്ടി 2.25 ലക്ഷം രൂപയാണ് ശമ്പളം നൽകിയത്. 2019 മുതൽ എല്ലാ വർഷവും 10% വർധനവുണ്ട്. അപ്പൊ ഇങ്ങനെ അനുസ്യൂതമായി പോവാണ്. എല്ലാ വർഷവും ഇതിങ്ങനെ വർദ്ധിച്ച് പോവുകയാണ്. ഒരു ഉദ്യോഗസ്ഥന് കിട്ടുന്ന കാശിന്റെ വലിമയാണെന്ന് കേരളം മനസ്സിലാക്കേണ്ടതാണ്. സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഒരു സംസ്ഥാനത്തെ ഒരു ഉദ്യോഗസ്ഥന് ഇതുപോലെ ശമ്പളം കൂട്ടിക്കൊടുക്കുന്നത് ശരിയാണോ എന്ന് ജനം ആലോചിക്കണം, സർക്കാരും ആലോചിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിനു പുറമെയാണ് ഇപ്പോ ക്യാബിനറ്റ് പദവി നൽകിയത്. മന്ത്രിമാർക്ക് സമാനമായ ആനുകൂല്യങ്ങളാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. പൈലറ്റ്, എസ്കോർട്ട്, ഔദ്യോഗിക വസതി തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ ലഭിക്കും. കിഫ്ബി പേഴ്സണൽ സ്റ്റാഫും അദ്ദേഹത്തിന് കിട്ടും.
കിഫ്ബി മസാല ബോണ്ട് വഴി സമാഹരിച്ച 2150 കോടി രൂപ സമാഹരിച്ചത് 9.723% എന്ന കൊള്ള പലിശക്കായിരുന്നു. ഇത് ആഭ്യന്തര വിപണിയിലെ പലിശയേക്കാൾ വളരെ കൂടുതലായിരുന്നു. വിദേശത്ത് മസാല ബോണ്ട് വാങ്ങിക്കൂട്ടിയത് ലാവലിൻ കമ്പനിയുമായി അടുത്ത ബന്ധമുള്ള CDPQ എന്ന കമ്പനിയാണ്. മസാല ബോണ്ട് ഇടപാടിൽ കിഫ്ബി ഉദ്യോഗസ്ഥർ ഈ മാസം 27-28 തീയതികളിലാണ് ഇഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടത്. കോടതിയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് കിഫ്ബി ഹാജരാകാൻ തയ്യാറായത്. ലാവലിൻ കേസിൽ 72ാം സാക്ഷിയായി മുഖ്യമന്ത്രിക്കെതിരെ മൊഴി കൊടുത്തതിനെ തുടർന്ന് അദ്ദേഹത്തെ സ്വാധീനിക്കാനും വിരമിച്ച ഉടനെ കിഫ്ബി CEO ആയി നിയമിച്ചതെന്ന് ആക്ഷേപമുണ്ട്. ലാവലിൻ കേസ് അന്തിമ നടപടികളിലേക്ക് നീങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ സഹായം പിണറായി വിജയന് അനിവാര്യമാണ് എന്നർത്ഥം. ആകെ മൊത്തം ഒരു കലങ്ങിയ രാഷ്ട്രീയത്തിലേക്കാണ് കേരളം പോകുന്നത്. ഒരു മുഖ്യമന്ത്രിയെ ഇത്രയും പരസ്യമായി അപമാനിച്ച ഒരാളെ LDFന്റെ സ്ഥാനാർത്ഥിയായി വെക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ രാഷ്ട്രീയ പാപ്പരത്വം എവിടെയെത്തി, ഏതിലാണ് ഇടതുപക്ഷമുള്ളത് എന്നതിന്റെ തെളിവായി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ സാമ്പത്തിക ചെലവ് ചുരുക്കാത്ത ബന്ധപ്പെട്ടവർക്കും വേണ്ടപ്പെട്ടവർക്കും കണ്ടമാനം ആനുകൂല്യങ്ങൾ നൽകി പൊതു ഖജനാവ് ദൂർത്തടിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ നയം പുനഃപരിശോധിച്ചില്ലെങ്കിൽ ജനങ്ങൾ തെരുവീതിയിലിറങ്ങി ഇതിനെതിരെ പ്രതികരിക്കേണ്ടി വരും എന്ന് ഞാൻ ഇടതുപക്ഷ സർക്കാരിനെ ഓർമ്മിപ്പിക്കുകയാണ്.